ഒരു ഫ്ലവർ കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇന്ന് നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പൊ നമ്മൾ കഴിച്ചിട്ട് വെറുതെ കളയുന്ന ഈ പിസ്തായുടെ ഷെല്ലെല്ലാം കൂടെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ദാ ഇതുപോലത്തെ ഒരു ചെറിയ പീസ് പേപ്പർ എടുത്തിട്ട് ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ പെറ്റൽസ് എല്ലാം കൂടെ ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ ഈ ഒരു ഫ്ലവർ ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കത്തില്ല. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തു നോക്കണേ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ കുറച്ചധികം ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട കളറും കൂടെ ഒന്ന് ചെയ്ത് കൊടുത്തേക്കണം. ഞാനൊരു പിങ്ക് കളറാണ് കൊടുക്കുന്നത്. അങ്ങനെ കളറൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ലീവ്സും കൂടെ കട്ട് ചെയ്തിട്ട് എന്റെ കയ്യിൽ ഇതാ പഴയ ഒരു ഫ്ലവർ വേസ് പൊട്ടിപ്പോയതിന്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും പറമ്പിലേക്ക് ചുമ്മാ വലിച്ചെറിയാൻ വെച്ചിരുന്ന സാധനം കൊണ്ട് അടിപൊളി ഒരു ഫ്ലവർ ഉണ്ടാക്കിയില്ലേ? ഞാനിങ്ങനെ ഇതിന് ഇലയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് താഴെ ഭാഗത്തും കൂടെ കുറച്ച് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. കൂട്ടത്തിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.